നിങ്ങളെല്ലാവരും വളരെ നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കുകയാണെന്ന് എനിക്കറിയാം. രണ്ടാമത്തെ ചാപ്റ്ററും അതുപോലെ തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം എന്നറിയാൻ എൻ്റെ വിശ്വാസം. എന്തായാലും നമ്മുടെ അറിവ് കുറച്ചുകൂടെ നമുക്കൊന്ന് പുതുക്കാനായിട്ട് കുറേ കൂടെ കാര്യങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററും വളരെ നന്നായിട്ട് പഠിക്കും. ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വെറുതെ നമുക്കൊരു നമ്മുടെ +2 സുവോളജി നമ്മൾ പഠിക്കുന്നു എന്നതിനേക്കാൾ ഉപരി നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഇനി അങ്ങോട്ടും നമുക്ക് ഒരുപാട് ഉപയോഗപ്രദമാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ തുടങ്ങുകയാണ്. ചാപ്റ്ററിന്റെ പേര് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. നിങ്ങൾക്കറിയാം റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്താണ് വാക്കിന്റെ അർത്ഥം എന്നറിയാലേ? അതായത് റീപ്രൊഡക്ഷൻ ഒരു ഹെൽത്തി ആയ രീതിയിൽ നടക്കണം, അതാണ് ശരിക്കും ആ വാക്ക്. അതിന്റെ കറക്റ്റ് മലയാളം നമ്മൾ എടുക്കുകയാണെങ്കിൽ റീപ്രൊഡക്ഷൻ എന്ന വാക്കിന്റെ മലയാളം പ്രജനനം എന്നാണ്, ഹെൽത്ത് ആരോഗ്യം. അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ പ്രജനന ആരോഗ്യം എന്നാണ് ശരിക്കും നമ്മുടെ ആ വാക്കിന്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അത് പരിഹരിക്കാൻ എന്തൊക്കെ സ്ട്രാറ്റജീസ് നമുക്ക് നോക്കാം. അപ്പോൾ പ്രോബ്ലംസ് ആൻഡ് സ്ട്രാറ്റജീസ്. രണ്ടാമത്തെ നമ്മുടെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ആണ്. ജനസംഖ്യാ വർധനവ് നിങ്ങൾക്കറിയാം. ദെൻ അത് തടയേണ്ട മാർഗങ്ങൾ, നമുക്ക് പോപ്പുലേഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ അവിടെ കുറേ മെഷേഴ്സ് ഒക്കെ നമുക്ക് പഠിക്കണം. അതിൽ നമ്മൾ ബർത്ത് കൺട്രോൾ മെഷേഴ്സ് എന്നൊക്കെയാണ് പറയുന്നത്. ദെൻ അത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കേണ്ടത് MTP എന്ന് പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്നൊക്കെ നമ്മൾ പറയും. പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യുക, അബോർട്ട് ചെയ്യുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട കണ്ടന്റ് STDs എന്ന് പറയുന്ന സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. ദെൻ നമ്മുടെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പോർഷൻ ഇൻഫെർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ, ഇൻഫെർട്ടിലിറ്റി ഒഴിവാക്കാൻ നമുക്ക് സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട മാർഗങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പോൾ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ഈ ചാപ്റ്ററിന്റെ കണ്ടന്റ്. അപ്പോൾ നമ്മൾ അതിൽ ആദ്യം നമ്മൾ പറഞ്ഞ ആ ഒരു പോർഷനിലേക്ക് പോവുകയാണ്. അതായത് നമ്മുടെ സമൂഹം ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അത് പരിഹരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം. അപ്പോൾ പ്രോബ്ലംസ് ആൻഡ് സ്ട്രാറ്റജീസ്. അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കേണ്ടത് നമ്മുടെ ചാപ്റ്ററിന്റെ പേരറിയാലോ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ഇതിൽ നമുക്കൊരു ഡെഫിനിഷൻ വേണം. എന്താണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്? റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് മീൻസ് എ healthy reproductive organs with normal functions. അതായത് ഒരു വ്യക്തി അയാളുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഒക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആണ്, മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുകയും ആ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഒക്കെ വളരെ നോർമൽ ആയിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് ഫങ്ഷൻ ചെയ്യുകയും ചെയ്താൽ നമുക്ക് ആ വ്യക്തിക്ക് എന്തുണ്ടെന്ന് പറയാം? റീപ്രൊഡക്റ്റീവ്ലി അയാൾ ഹെൽത്തി ആണെന്ന് പറയാം. ഒരു സിമ്പിളായ ഡെഫിനിഷൻ ആണ്. വാട്ട് ഈസ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്? നമുക്ക് അങ്ങനെ സിമ്പിളായിട്ട് നമ്മൾ പറയുന്നത് ഹെൽത്തി റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് വിത്ത് നോർമൽ ഫങ്ഷൻ. അപ്പോൾ അവിടെ നമുക്ക് ചില പ്രശ്നങ്ങൾ, ചില സംശയങ്ങൾ നമുക്ക് ആ ഡെഫിനേഷനിൽ വരും അല്ലേ? അയാളുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഒക്കെ വളരെ ഹെൽത്തി ആണ്, ആ ഓർഗൻസ് ഒക്കെ വളരെ നന്നായിട്ട് തന്നെ ഫങ്ഷൻ ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരാളിനെ നമുക്ക് റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ തന്നെ ആലോചിക്കും. പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ നമുക്ക് ആ ഡെഫിനിഷനെ കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്യാം. അങ്ങനെ നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ ഒന്ന് മോഡിഫൈ ചെയ്തൊരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് മീൻസ് എ ടോട്ടൽ വെൽ ബീയിങ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷന്റെ എല്ലാ ആസ്പെക്റ്റിലും ഉണ്ടാകുന്ന ഒരു നല്ലതായിട്ടുള്ള കാര്യങ്ങൾ, വെൽ ബീയിങ്, അതായിരിക്കണം റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഓൾ ആസ്പെക്ട്സ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ, ഇമോഷണൽ, ബിഹേവിയറൽ ആൻഡ് സോഷ്യൽ. ആ വ്യക്തിയുടെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ നല്ലതായിരിക്കണം,
ഇമോഷണലി അയാൾ നല്ലതായിരിക്കണം, വെൽ ബീയിങ് ആയിരിക്കണം. അതുപോലെ അയാളുടെ ബിഹേവിയർ, അതുപോലെ അയാളുടെ സോഷ്യൽ ആസ്പെക്ട്സ്, ഈ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലാണെങ്കിൽ മാത്രമേ ആ വ്യക്തി റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റും. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഒരു സോഷ്യൽ ഗോളായിട്ട് എടുത്ത കൺട്രീസിൽ ഒന്നാമത്തെ സ്ഥാനം നമ്മുടെ സ്വന്തം രാജ്യത്തിന് തന്നെയാണ്, നമ്മുടെ ഇന്ത്യക്ക് തന്നെയാണ്. റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി ആകുന്നതിന് വേണ്ടി ഒരുപാട് ആക്ഷൻ പ്ലാൻസ്, അതുപോലെ ഒരുപാട് സ്ട്രാറ്റജീസ് ഒക്കെ നാഷണൽ ലെവലിൽ ഏറ്റെടുത്ത് അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത ഒരു കൺട്രി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കൺട്രി എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് പ്രധാനമായിട്ടും കൊണ്ടുവന്ന പ്രോഗ്രാംസ് റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി ആയി നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ സൊസൈറ്റിയെ അങ്ങനെ ആക്കിയെടുക്കാനായിട്ട് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട 2 പ്രോഗ്രാംസ് ആണ്. ഒന്ന് ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാംസ്, അത് 1951 ഇനിഷ്യേറ്റ് ചെയ്തത് ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാംസ്. അതുപോലെ അതിനെ തുടർന്ന് വന്ന RCH പ്രോഗ്രാംസ്, റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസ്. 2 പ്രധാനപ്പെട്ട പ്രോഗ്രാംസ്, ഒന്ന് ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാംസ്, അതുപോലെ RCH പ്രോഗ്രാം. ഈ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാംസിന് അല്ലെങ്കിൽ RCH പ്രോഗ്രാംസിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയെ റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടുള്ള അവയർനെസ് സൊസൈറ്റിക്ക് കൊടുക്കുക. എന്തൊക്കെ മെഷേഴ്സ്, എന്തൊക്കെ മാർഗങ്ങൾ നമുക്ക് അതിനുവേണ്ടി സ്വീകരിക്കാം എന്നുള്ളതിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഈ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാംസിന്റെ അല്ലെങ്കിൽ RCH പ്രോഗ്രാംസിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ സ്ട്രാറ്റജീസിലെ ഒന്നാമത്തെ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് കൗൺസിലിംഗ് ആൻഡ് ക്രിയേറ്റീവ് അവയർനെസ്. പ്രത്യേകിച്ച് ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. റീപ്രൊഡക്ഷൻ എന്ന പ്രോസസ്സ്, അതിനെക്കുറിച്ച് ഒരുപാട് തെറ്റായ ധാരണകളാണ് നിങ്ങളെ പോലുള്ള അഡോളസെന്റ് ഏജിലുള്ള നിങ്ങളെപ്പോലുള്ള കുട്ടികൾക്കുള്ളത്. അപ്പോൾ ആ നമ്മുടെ തെറ്റായ ധാരണകളൊക്കെ ഒന്ന് തിരുത്തുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള കൗൺസിലിങ്സ്, അതുപോലെ തന്നെ അവയർനെസ് പ്രോഗ്രാംസ് നല്ല രീതിയിൽ തരിക. അതിപ്പോൾ അഡോളസെന്റ് ഏജിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല ഈ അവയർനെസ് പ്രോഗ്രാംസും കൗൺസിലിങ്ങും ഒക്കെ. അഡോളസെന്റ് കഴിഞ്ഞ ആൾക്കാർക്കും, അതായത് മാരേജ് കഴിഞ്ഞവർക്കും ഒക്കെ ഈ പറയുന്ന കൗൺസിലിങ്ങും അതുപോലെ തന്നെ മറ്റ് അവയർനെസ് പ്രോഗ്രാംസും ഒക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ സ്ട്രാറ്റജിയാണ് കൗൺസിലിംഗ് ആൻഡ് ക്രിയേറ്റീവ് അവയർനെസ്. രണ്ടാമത്തെ സ്ട്രാറ്റജി സെക്സ് എഡ്യൂക്കേഷൻ. അതായത് പ്രധാനമായിട്ടും ഇവിടെ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്കൂളുകളിൽ നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാഠഭാഗങ്ങളോടൊപ്പം അതിൽ കൂടി സെക്സ് എഡ്യൂക്കേഷൻ കൂടി കൊടുക്കുക. നമുക്കറിയാം നമ്മുടെ 8ാം ക്ലാസ് മുതലുള്ള പാഠഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് എടുക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ ബയോളജി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ സെക്സ് എഡ്യൂക്കേഷൻ? ഞാൻ നേരത്തെ പറഞ്ഞു, അഡോളസെന്റ് ഏജ് അല്ലെങ്കിൽ ആ ഒരു കുട്ടികളൊന്ന് പ്യൂബർട്ടി സ്റ്റേജ് ഒക്കെ പ്രായപൂർത്തിയാകുന്ന ആ സമയം തൊട്ട് റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട്, റീപ്രൊഡക്റ്റീവ് ഓർഗൻസുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആ ഒരു റീപ്രൊഡക്ഷൻ ടൈമിൽ പ്യൂബർട്ടി സ്റ്റേജ് അറ്റൈൻ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതിനെയൊക്കെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ. അപ്പൊ നമുക്ക് ഇതൊക്കെ ആരോട് ചോദിക്കണം എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്, നമുക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന ഡൗട്ടുകൾ വളരെ കുറച്ച് പേര് മാത്രമേ മുതിർന്ന ആൾക്കാരോട്, അതായത് പേരൻസിനോടൊക്കെ ചോദിച്ചു മനസ്സിലാക്കൂ, അല്ലെങ്കിൽ അധ്യാപകരോടൊക്കെ ചോദിച്ചു മനസ്സിലാക്കൂ. ബാക്കി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ നമുക്ക് വളരെ അതൊരു നാണക്കേട് പോലെയോ അല്ലെങ്കിൽ മറ്റുള്ളവർ കേട്ടാൽ മോശം എന്നൊക്കെ ധരിക്കും എന്നൊക്കെ നമുക്കൊരു ചിന്തയുണ്ട്. ഒരു കണക്കിൽ ഏറെക്കുറെ അത് ശരിയാണ് താനും. പക്ഷേ അപ്പൊ നമുക്കിത് എങ്ങനെയെങ്കിലും മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ള, നമ്മുടെ എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരുമായിട്ടായിരിക്കും നിങ്ങൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എങ്ങനെയായിരിക്കും കിട്ടുന്നത്? അതും ഞാൻ ഈ പറഞ്ഞതുപോലെ കിട്ടുന്ന വിവരങ്ങളൊക്കെ നല്ല രീതിയിലുള്ള വിവരങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഒരു ശരിയായ ഇൻഫർമേഷൻ ആയിരിക്കും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ തെറ്റായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ എന്ത് ചെയ്യുക, സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക. ഇൻക്ലൂസീവ് സെക്സ് എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ അതുവഴി നമുക്ക് റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയ ഡിസീസസിനെ കുറിച്ച് നമുക്ക് ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണോ ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ പോകുന്നത് ആ എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വളരെ നല്ല രീതിയിൽ ശരിയായ ഇൻഫർമേഷൻസ് കിട്ടാൻ എന്ത് ഹെൽപ്പ് ചെയ്യുന്നു, സെക്സ് എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. സ്ട്രാറ്റജീസിലെ മൂന്നാമത്തേത് നമ്മൾ പറയുന്നത് ഫാമിലി വെൽഫെയർ ഇൻഫർമേഷൻ. അതായത് ഫെർട്ടൈൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ മാരേജ് ഗ്രൂപ്പിലേക്ക് എത്തുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ മാരേജ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ
റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയെ കുറിച്ച്, അതുപോലെ പ്രഗ്നൻസി കഴിഞ്ഞാൽ ബർത്ത് കൺട്രോൾ മെഷേഴ്സിനെ കുറിച്ച്, അതുപോലെ തന്നെ പല കുടുംബങ്ങളിലും നമ്മൾ കാണുന്നതാണ് ആൺകുട്ടികളെയാണ് കൂടുതൽ ഇഷ്ടം, ആൺകുട്ടികൾ ജനിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം, പെൺകുട്ടികളെ ആൺകുട്ടികളെ അത്ര ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു വേർതിരിവിന്റെ ആവശ്യമില്ല. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എല്ലാവരും ഒരേപോലെ തന്നെയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയ ഡിസീസസിനെ കുറിച്ചൊക്കെ വളരെ നല്ല രീതിയിൽ അവയർനെസ് കൊടുക്കുക. റീപ്രൊഡക്റ്റീവ്ലി ഹൈജീനിക് ആയിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ അവയർനെസ് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. അതുപോലെ ബ്രസ്റ്റ് ഫീഡിങ്, നമുക്കറിയാമല്ലോ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മളിപ്പോൾ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യണം, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സ്ട്രാറ്റജി. അടുത്തത് നാലാമത്തേത് സോഷ്യൽ ഈവിൾസ്, അതായത് സെക്സ് അബ്യൂസ്, അതുപോലെ സെക്ഷൽ ക്രൈംസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിന് നമ്മുടെ സമൂഹത്തിനെ ഒന്ന് ബോധവാന്മാരാക്കിയെടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഏത് രീതിയിൽ നമ്മൾ അതിനെ നേരിടണം, അല്ലെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ സൊസൈറ്റിക്ക് ഒരു അറിവ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ നാലാമത്തെ സ്ട്രാറ്റജി. അഞ്ചാമത്തേത് സ്റ്റാറ്റ്യൂട്ടറി ബാൻ ഓൺ ഇല്ലീഗൽ ആക്ടിവിറ്റീസ്. ഇവിടെ നമുക്ക് പ്രധാനമായും പറയേണ്ട ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആംനിയോസെന്റസിസ് എന്ന് പറയുന്ന ഒരു രീതി എന്ന് പറയുമ്പോൾ ആംനിയോസെന്റസിസ് എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. അതായത് കുട്ടി ജനിക്കും മുമ്പ് ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം നടത്തുന്നതിനെയാണ് പ്രീ ഡിറ്റർമിനേഷൻ ഓഫ് സെക്സ് ഓഫ് ദ ഫീറ്റസ്, അതിനാണ് നമ്മൾ ആംനിയോസെന്റസിസ് എന്ന് പറയുന്നത്. ഇത് ഒരു കാലത്ത് വളരെ വൈഡായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടിയാണ്. പരിപാടി ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിലല്ല പറഞ്ഞത്. അതായത് കുഞ്ഞ് ജനിക്കും മുമ്പ് തന്നെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ സെക്സ്, അത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൊന്നുകളയുന്ന, അതായത് കുഞ്ഞ് ജനിക്കും മുമ്പ് തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് അതിനെ നശിപ്പിച്ച് കളയുന്ന ഒരു പ്രവണത വളരെ വളരെ ഡേഞ്ചറസ് ആയ രീതിയിൽ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. അപ്പൊ അത് അങ്ങനെ വളരെ സ്പ്രെഡ് ആയപ്പോൾ നിയമം മൂലം അത് ബാൻ ചെയ്യുകയാണ് നമ്മുടെ ഗവൺമെന്റ് ചെയ്തത്. അപ്പൊ ആംനിയോസെന്റസിസ് ഇപ്പോൾ ലീഗലി അത് അനുവദിക്കാറില്ല. അപ്പൊ അതാണ് നമ്മളിപ്പോൾ ഇവിടെ പറയും ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ബാൻ ചെയ്യുക ഉദ്ദേശിക്കുന്നത് ആംനിയോസെന്റസിനെയാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആംനിയോസെന്റസിസ് എന്താണ് പിടികിട്ടിയത്? സാധാരണയായിട്ട് ആംനിയോസെന്റസിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വല്ല ജനറ്റിക് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതിന് ക്രോമസോമൽ ആയിട്ടുള്ള അബ്നോർമാലിറ്റി എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനാണ് ആംനിയോസെന്റസിസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞില്ലേ ആംനിയോട്ടിക് ഫ്ലൂയിഡൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ ആംനിയോട്ടിക് ഫ്ലൂയിഡ് കുത്തിയെടുത്തിട്ട് ആണ് അത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അതിനൊരു മിസ്യൂസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ്, പ്രത്യേകിച്ച് ആംനിയോസെന്റസിസ് പോലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുക, ബാൻ ചെയ്യുക. ആറാമത്തെ സ്ട്രാറ്റജി മെഡിക്കൽ അസിസ്റ്റൻസ് ആൻഡ് കെയർ. ആവശ്യമാകുന്ന സമയങ്ങളിൽ ആവശ്യമായ രീതിയിലുള്ള മെഡിക്കൽ സപ്പോർട്ട്, അതുപോലെ തന്നെ കെയറും ഒക്കെ എന്ത് ചെയ്യുക, കൊടുക്കുക. പ്രത്യേകിച്ച് നമുക്ക് മെഡിക്കൽ സപ്പോർട്ടൊക്കെ ആവശ്യമായി വരുന്ന സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയുടെ ടൈം, അതുപോലെ ഡെലിവറി പ്രോസസ്സ്, ഡെലിവറി നടക്കുന്ന ടൈം, അല്ലെങ്കിൽ അബോർഷൻ നടന്നു കഴിഞ്ഞാൽ, അതുപോലെ എന്തെങ്കിലും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മെഡിക്കൽ അസിസ്റ്റൻസ് ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ആവശ്യമായ രീതിയിൽ എന്ത് കൊടുക്കണം, മെഡിക്കൽ അസിസ്റ്റൻസും കെയറും എന്ത് ചെയ്യുക, കൊടുക്കുക. സ്ട്രാറ്റജിയിൽ ലാസ്റ്റായിട്ട് നമുക്ക് പറയേണ്ടത് നമ്മുടെ ഏഴാമത്തെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ റിസർച്ച് പ്രോഗ്രാംസ് ആണ്. റിസർച്ച് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ചും ബർത്ത് കൺട്രോൾ മെഷേഴ്സ്, എന്തൊക്കെ മെഷേഴ്സ് നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മെഷേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മേഖലകളിൽ റിസർച്ച് നടക്കണം. അപ്പോൾ ഈ വക കാര്യങ്ങളിൽ റിസർച്ചിലൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കാം. അപ്പോൾ അത് നമുക്ക് റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി ആകാനായിട്ട് നമുക്ക് കിട്ടുന്ന നല്ലൊരു സ്ട്രാറ്റജി. റിസർച്ചിന് നല്ലൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ സെൻട്രൽ
ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൗ ഡെവലപ്പ് ചെയ്ത സഹേലി എന്ന് പറയുന്ന ഒരു ഓറൽ പിൽ, നമ്മൾ കഴിക്കുന്ന ഒരു പില്ലാണ്. ഇത് നമ്മുടെ റീപ്രൊഡക്ഷൻ മീൻസ് ബർത്ത് കൺട്രോൾ മെഷർ ആയിട്ട് ഉപയോഗിക്കുന്ന നല്ലൊരു ഓറൽ കോൺട്രാസെപ്റ്റീവ്. കോൺട്രാസെപ്റ്റീവ് എന്ന വാക്ക് നമ്മൾ ഈ ചാപ്റ്ററിലാണ് അത് കേൾക്കുന്നത്. ഗർഭനിരോധനം എന്നാണ് കോൺട്രാസെപ്ഷൻ എന്ന വാക്ക്. അപ്പോൾ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഗർഭനിരോധന മാർഗങ്ങൾ എന്നാണ്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു പിൽ ആണ് സഹേലി. ഇതിനെ വിളിക്കുന്നത് വൺസ് എ വീക്ക് പിൽ എന്നാണ് സഹേലിയെ വിളിക്കുന്നത്. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന പിൽസ് ഒക്കെ ഒരുപാട് ഹോർമോണൽ കണ്ടന്റ്സ് ഉള്ള പിൽസ് ആണ്. പക്ഷെ സഹേലി എന്ന് പറയുന്നത് ഒരു നോൺ സ്റ്റിറോയിഡ് ആയിട്ടുള്ള സ്റ്റിറോയിഡൽ ഹോർമോൺ കണ്ടന്റ് ഇല്ലാത്തൊരു പില്ലാണ്. മാത്രമല്ല ഈ രീതിയിൽ ഉപയോഗിക്കുന്ന മറ്റ് പിൽസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് സൈഡ് എഫക്ട്സ് കുറവായിട്ടുള്ള ഒരു പില്ലാണ് സഹേലി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സയന്റിസ്റ്റ് ഡെവലപ്പ് ചെയ്ത, നമ്മുടെ റിസർച്ചിന്റെ ഫലമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു നല്ലൊരു ഓറൽ കോൺട്രാസെപ്റ്റീവ് മെഷറാണ്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട 7 സ്ട്രാറ്റജീസ് ഇത് ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കുക. ആ ഒരു പ്രോബ്ലം കഴിഞ്ഞില്ല, എന്തായിരുന്നു പ്രോബ്ലംസ് ആൻഡ് സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് പറയേണ്ടത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ആൻഡ് ബർത്ത് കൺട്രോൾ. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനസംഖ്യ വിസ്ഫോടനം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, എന്താണെന്ന് അറിയുകയും ചെയ്യാം. അപ്പോൾ ആ കാര്യത്തിലേക്കൊന്നും ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ കൺട്രി വളരെ അപകടകരമായ രീതിയിൽ ഇന്ന് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കൺട്രിയാണ് നമ്മുടേത്. അതായത് 2011 കൂടി നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം 1 ബില്യൺ ആയി. 1 ബില്യണിൽ കൂടുതലാണ് നിലവിലത്തെ അവസ്ഥ. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ എൻ്റെ ഒരു കണക്കിലേക്കും അതിൻ്റെ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. കാരണം നമുക്കത് എക്സാമിന് നമുക്ക് പോപ്പുലേഷൻ ഏത് വർഷം അങ്ങനെ ഇത്രയാണെന്ന് എഴുതേണ്ട കാര്യമൊന്നുമില്ല. അത് ജനറലായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യം. അപ്പോൾ എന്താണ് ശരി, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചെറിയ രീതിയിലല്ല, വളരെ ഡേഞ്ചറസ് ആയ രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാകാൻ കാരണം? പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ നമുക്ക് സംഭവിക്കാൻ കാരണം. ഒന്ന്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കുറഞ്ഞു. ഡിക്ലൈൻ ഇൻ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, അതായത് ജനിച്ചു വീഴുന്ന കുട്ടികൾ പരമാവധി നമ്മൾ മെഡിക്കൽ കെയർ ഒക്കെ കൊടുത്ത്, മോർട്ടാലിറ്റി എന്താണെന്ന് അറിയാലോ, മരണം, നാശമാണ് മോർട്ടാലിറ്റി. അപ്പോൾ അങ്ങനെ ഒരു മോർട്ടാലിറ്റി ഇപ്പം ആർക്കും സംഭവിക്കുന്നില്ല. ഡെത്ത് റേറ്റ് ഇപ്പോൾ വളരെ കുറവാണ്. അപ്പോൾ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് അത് ഡിക്ലൈൻ ചെയ്യും. അതുപോലെ തന്നെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് അത് വളരെ കുറവാണ്, ഡിക്ലൈൻ ചെയ്യും. ഓക്കെ, മൂന്നാമത്തേത് റീപ്രൊഡ്യൂസിബിൾ ഏജിലേക്ക് എത്തുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതായത് റീപ്രൊഡക്ഷൻ ആ ഒരു കഴിവ് അറ്റൈൻ ചെയ്തേക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ വളരെ കൂടുതലാണ്. അതും എന്തിന് കാരണമാകും? പോപ്പുലേഷൻ എക്സ്പ്ലോഷന് കാരണമാണ്. നാലാമത്തേത് റാപ്പിഡ് ഡിക്ലൈൻ ഇൻ ടോട്ടൽ ഡെത്ത് റേറ്റ്. മൊത്തത്തിൽ നമ്മുടെ പോപ്പുലേഷൻ നോക്കിയാൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഡെത്ത് റേറ്റ് വളരെ കുറവാണ്. അതും എന്തിന് കാരണമാണ്? പോപ്പുലേഷൻ എക്സ്പ്ലോഷന് കാരണമാണ്. അപ്പോൾ 4 കാര്യങ്ങൾ, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ സംഭവിക്കാനുള്ള 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ കൺട്രോൾ ചെയ്യാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും? അതൊരു ജനറലായ ഒരു ചോദ്യമാണ്. നിങ്ങൾ തന്നെ അതിൻ്റെ ആൻസർ പറയുക. ജനസംഖ്യാ വർധനവ് തടയാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റായിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ബർത്ത് കൺട്രോൾ മെഷേഴ്സിനെ കുറിച്ച് അവയർനെസ് കൊടുക്കാം. അതുപോലെ ഫാമിലി പ്ലാനിങ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി കൊണ്ടുവന്നപ്പോൾ നമ്മളവിടെ ഒരു സ്ലോഗനൊക്കെ നമുക്കുണ്ട്. ഹം ദോ ഹമാര ദോ, വി ഹാവ് ടു എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിലവിൽ ഇപ്പോൾ പറയുന്നത് സിംഗിൾ ചൈൽഡ് എന്നൊരു കൺസെപ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, നാം ഒന്ന് നമുക്കൊന്ന് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ ഒരു കൺസെപ്റ്റാണ്. അതായത് സ്മാൾ ഫാമിലി, അതാണ് ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ്. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ തടയാനായിട്ട് ഇപ്പോൾ നമ്മൾ പറയുന്ന കൺസെപ്റ്റ് അതാണ്. ഏറ്റവും എത്രത്തോളം നമ്മുടെ ഫാമിലി എന്ത് ചെയ്യാം, സ്മാൾ ആക്കാം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞു വന്നത് തന്നെയാണ് നമ്മൾ വീണ്ടും പറയാൻ പോകുന്നത്. അവയർനെസ് കൊടുക്കാം. അതായത് മീഡിയാസിലൂടെ, അതെങ്ങനെ വേണമെങ്കിലും ആവാം, ന്യൂസ് പേപ്പേഴ്സിലൂടെ ആവാം, അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ്, അത് പല രീതിയിൽ അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കാം.
അപ്പം എന്തായാലും ശരി, ഒരു പബ്ലിക് അവയർനെസ് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ എന്ത് കൊടുക്കണം, അവയർനെസ് കൊടുക്കണം. പ്രത്യേകിച്ച് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ മൂലമുണ്ടാകുന്ന അപകടത്തെക്കുറിച്ച്, അതുപോലെ തന്നെ അത് തടയാൻ നമുക്ക് ബർത്ത് കൺട്രോൾ മെഷേഴ്സ്, ഒരു പക്ഷേ അതിൻ്റെയൊക്കെ അറിവില്ലായ്മയായിരിക്കും പലപ്പോഴും കുട്ടികൾക്ക് ജനിക്കാൻ കാരണം. അപ്പോൾ അങ്ങനെയുള്ള മെഷേഴ്സിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുക, അവയർനെസ് വളരെ നല്ല രീതിയിൽ കൊടുക്കുക. അതുപോലെ തന്നെ ഫാമിലി, സ്മാൾ ഫാമിലി ആണെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കുടുംബങ്ങളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് എന്ത് ഒരു പരിധി വരെ നമുക്ക് തടയാൻ കഴിയും. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഒരു പരിധി വരേക്ക് നമുക്ക് തടയാൻ കഴിയും. അപ്പോൾ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടിയില്ല, പരമാവധി ചുരുക്കി കാര്യങ്ങൾ പറയാൻ നോക്കുകയാണ്. അപ്പോൾ അത് ടെക്സ്റ്റിൽ നമുക്ക് വളരെ വിശാലമായിട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇനി നമുക്ക് പറയേണ്ടത്, അപ്പോൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എങ്ങനെ തടയാമെന്നാണ് നമ്മൾ പറഞ്ഞല്ലേ. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ തടയാനുള്ള മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ അവയർനെസ് കൊടുക്കുക, അത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. ഇതിലെല്ലാത്തിൻ്റെയും എഫക്റ്റീവായ മെത്തേഡ് എന്ന് പറയുന്നത് യൂസ് ഓഫ് ബർത്ത് കൺട്രോൾ മെഷേഴ്സ് തന്നെയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിൻ്റെ ശരിക്കും ആ കണ്ടന്റിലേക്ക് നമ്മൾ വരികയാണ്. പ്രധാനപ്പെട്ട ബർത്ത് കൺട്രോൾ മെഷേഴ്സ് എന്തൊക്കെയാണ്? അതിൽ നമുക്ക് ഒരുപാട് മെഷേഴ്സ് പഠിക്കാനുണ്ട്. അതിൽ ആദ്യമായി നമ്മൾ പഠിക്കേണ്ട മെത്തേഡ്സ് വളരെ സിമ്പിളായ കാര്യങ്ങളിൽ നിന്ന് കുറച്ച് പാട് നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിലും അത്യാവശ്യം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ നിന്ന് അറിയാത്ത കാര്യങ്ങളിലേക്ക് നമ്മളത് പോവുകയാണ്. ഓക്കെ, ബർത്ത് കൺട്രോൾ മെഷേഴ്സിനെ നമ്മൾ വിളിക്കാൻ പോകുന്ന പേരാണ് കൺട്രാസെപ്റ്റീവ് മെഷേഴ്സ്. കോൺട്രാസെപ്റ്റീവ് അല്ലെങ്കിൽ കൺട്രാസെപ്റ്റീവ് മെഷേഴ്സ്. എന്താണ് കൺട്രാസെപ്ഷൻ? നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ഗർഭധാരണം ഒഴിവാക്കുക, അതാണ് കൺട്രാസെപ്ഷൻ എന്ന വാക്കിന്റെ മീനിങ്. അപ്പോൾ ഗർഭധാരണം ഒഴിവാക്കാനായിട്ട് സ്വീകരിക്കുന്ന എല്ലാ മെഷേഴ്സിനെയും നമുക്ക് കൺട്രാസെപ്റ്റീവ് മെഷേഴ്സ് എന്ന് പറയും. ഒരു നല്ല കൺട്രാസെപ്റ്റീവ് മെഷറിന് ആവശ്യമുള്ള പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ് നോക്കാം. ഒന്ന്, ഒരു ഗുഡ് കൺട്രാസെപ്റ്റീവ് മെഷർ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. അതായത് നമുക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഒരു സാധാരണക്കാരന് പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം ഒരു നല്ല കൺട്രാസെപ്റ്റീവ് മെഷർ. അത് ഈസിലി അവൈലബിൾ ആയിരിക്കണം. അത് കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകരുത്. ഈസിലി അവൈലബിൾ, പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊന്നും പറയാനേ. ദെൻ അത് വളരെ എഫക്റ്റീവ് ആയിരിക്കണം. നമ്മൾ ആ കൺട്രാസെപ്റ്റീവ് മെഷർ ഉപയോഗിക്കുന്നത് ബർത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ആ ബർത്ത് കൺട്രോൾ എന്ന പ്രോസസ്സിനെ വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്ന ഈ കൺട്രാസെപ്റ്റീവ് മെഷർ. ഇത് ലോ കോസ്റ്റ് ആയിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു, സാധാരണക്കാരനും വാങ്ങാൻ അല്ലെങ്കിൽ വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ ലോ കോസ്റ്റ് ആയിരിക്കണം, ഈസിലി അവൈലബിൾ ആയിരിക്കണം ഒരു നല്ല കൺട്രാസെപ്റ്റീവ് മെഷർ. ഇത് റിവേഴ്സിബിൾ ആയിരിക്കണം. അതായത് ഒരു തവണ നമ്മൾ കൺട്രാസെപ്റ്റീവ് മെഷർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ആ ഒരു സെക്ഷലി നമ്മുടെ ആ ഒരു എബിലിറ്റി എന്ത് ചെയ്യാൻ പാടില്ല, നഷ്ടപ്പെട്ടു പോകാനൊന്നും പാടില്ല. ഓക്കെ, അപ്പോൾ അത് യൂസ് ചെയ്ത് പിന്നീട് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും നമ്മുടെ ആ സെക്ഷൽ എബിലിറ്റി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇത് റിവേഴ്സിബിൾ ആയിരിക്കണം. ഇത് നല്ലൊരു കൺട്രാസെപ്റ്റീവ് മെഷർ അതൊരിക്കലും ഒരു വ്യക്തിയുടെ സെക്ഷൽ ഡിസയറിനെ അല്ലെങ്കിൽ സെക്ഷൽ ഡ്രൈവിനെ ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. അതായത് കൺട്രാസെപ്റ്റീവ് മെഷർ ഉപയോഗിച്ചാലും അയാളുടെ ആ ഒരു സെക്ഷലി അയാളുടെ ഒരു ഇൻട്രസ്റ്റ് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ ഒരു നല്ല കൺട്രാസെപ്റ്റീവ് മെഷർ അതിന് വേണ്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ല. നമ്മുടെ കൺട്രാസെപ്റ്റീവ് മെഷേഴ്സിനെ നമ്മൾ പഠിക്കേണ്ട ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കൺട്രാസെപ്റ്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന്, നാച്ചുറൽ അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ്. രണ്ട്, ബാരിയേഴ്സ്. മൂന്ന്, IUDs, ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. നാല്,
ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് പിൽസ് നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 5 ഇൻജെക്റ്റബിൾസ്, 6 ഇംപ്ലാന്റ്സ്, 7 സർജിക്കൽ മെത്തേഡ്സ്. അപ്പോൾ പ്രധാനപ്പെട്ട 7 കൺട്രാസെപ്റ്റീവ് മെഷേഴ്സ് ഏതൊക്കെയാണ്? ഒന്നുകൂടെ ആ പേരുകളൊന്ന് നോക്കി മനസ്സിലാക്കുക. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് നാച്ചുറൽ അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ്സ്. നാച്ചുറൽ മെത്തേഡ് ആ പേര് പോലെ തന്നെ നാച്ചുറൽ ആയിട്ട് പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, സ്പേമും ഓവവും തമ്മിലുള്ള മീറ്റിംഗ് നാച്ചുറലി എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അതാണ് നാച്ചുറൽ മെത്തേഡ്. അപ്പോൾ മീറ്റിംഗ് ഓഫ് സ്പേം ആൻഡ് ഓവം അതിന് നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യണം, തടസ്സപ്പെടുത്താൻ പോവുകയാണ്, അല്ലെങ്കിൽ ആ ചാൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഒഴിവാക്കാൻ പോവുകയാണ്. നാച്ചുറൽ മെത്തേഡ്സ് 3 രീതിയിലാണ് ചെയ്യുന്നത്. ആദ്യം പേരുകളൊന്ന് നോക്കാം. 1 പീരിയോഡിക് അബ്സ്റ്റിനൻസ്, 2 കോയിറ്റസ് ഇന്ററപ്റ്റസ്, അല്ലെങ്കിൽ മറ്റൊരു പേര് കൂടെ ഉണ്ട്, വിഡ്രോവൽ എന്ന് പറയാം. 3 ലാക്ടേഷണൽ അമിനോറിയ. ഒന്നുകൂടി നാച്ചുറൽ മെത്തേഡ്സ്, ഓരോ പ്രധാനപ്പെട്ട മെത്തേഡുകളും അതിൽ വരുന്ന സബായ മെത്തേഡ്സും പഠിക്കണം. നാച്ചുറൽ മെത്തേഡ്സിൽ 3 പീരിയോഡിക് അബ്സ്റ്റിനൻസ്, കോയിറ്റസ് ഇന്ററപ്റ്റസ് അല്ലെങ്കിൽ വിഡ്രോവൽ, ലാക്ടേഷണൽ അമിനോറിയ. അപ്പോൾ ഇത് ഓരോന്നിനെ കുറിച്ചും നമുക്ക് വിശദീകരിച്ച് പഠിക്കണം. അത് അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് കൂടുതലും ജനറലായ കാര്യങ്ങളാണ്. അതെല്ലാം നല്ലതായിട്ടൊന്ന് നോക്കുക. നോട്ട്സ് തരുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിനകത്തുണ്ട്. ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കൃത്യമായിട്ട് അത് ചോദിച്ച് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ബാക്കി അടുത്ത ക്ലാസ്സിൽ.